പാട്ടിന് പകരം ഖുർആൻ ഉപയോഗിക്കുന്നത് ലോകാവസാനത്തിൻ്റെ അടയാളമാണെന്ന് വിതലുണ്ട്. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ആ പരിപാടിയെ ചെയ്യരുത്. അതൊന്നും കാറിൽ ഇൻസ്റ്റാൾ ചെയ്യേണ്ട സാധനമല്ല, അത് വേറൊരു സാധനമാണ്. അതിലേക്ക് നമ്മൾ ഒരുങ്ങണം. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? എനിക്ക് വിചാരിച്ച സാധനമല്ല. ഇതാരുടെ വാക്കാണ്? അല്ലാഹുവിൻ്റെ വാക്കാണ്. സാദത്തും ഈമാൻ, അതവർക്ക് ഈമാൻ വർധനവ് നൽകണം. മനസ്സിലാണ് പറഞ്ഞത്. ശ്രദ്ധിച്ച് കേൾക്കണം. ശ്രദ്ധിച്ചില്ലെങ്കിലും അതിന് മെനക്കെടരുത്. വേറൊരു വർത്തമാനം പറയുമ്പോൾ ഖുർആൻ ഓതരുത്. ഇതൊക്കെ ഇന്നത്തെ ഏർപ്പാടാണ്. ഇതൊക്കെ മനുഷ്യന്മാർ മുതലാളിമാരെ റിയാ ആണ്. കാറ് സ്റ്റാർട്ട് ചെയ്താൽ പിന്നെ ഓത്ത അങ്ങനെ തുടങ്ങി. അപ്പോൾ അവൻ നിസ്സാരപ്പെടുത്തി ആരെ? അള്ളാനെ. എന്താ വിചാരിച്ചേ? 3 ഗുണമുള്ളവർ മാത്രമാണ് മുഅ്മിനീങ്ങൾ. ഇത് ഖുർആനല്ലേ? ഇന്നമൽ മുഅ്മിനൂന അല്ലദീന. ഒന്നാമത്തെ ഗുണം പറ. ഒന്നാമത്തെ ഗുണം പറ. അല്ലാഹ് കേട്ടാൽ അവരെ മനസ്സിന്റെ ഗഫലത്ത് പോകും, ഇല്ലാത്ത ശ്രദ്ധയായിരിക്കും. പിന്നെ അള്ളാഹിന്റെ വചനങ്ങൾ ഓതപ്പെട്ടാൽ അതവർക്ക് ഈമാൻ വർദ്ധിക്കും. ഖുർആനും കരഞ്ഞു പോകും. ഖുർആൻ ഓതുന്നത് കേട്ട കരഞ്ഞു പോകും. അത് ഈ സദസ്സിൽ തല താഴ്ത്തി മനുഷ്യൻ കരയും. അങ്ങനെ കരയും. പ്രത്യേകിച്ച് അവർ ധാരാളം ആളുകൾക്ക് അറബി അറിയും. അപ്പം അവർ അതിലൂടെ അങ്ങനെ സഞ്ചരിക്കും, കരയും. ആ കരച്ചിൽ അല്ലാഹ് അല്ലാഹ് അല്ലാഹു അല്ലാഹ് അല്ലാഹു അലൈഹി തവക്കലു അല്ലാഹ് അല്ലാഹ് അല്ലാഹു ثم الرضا عن أبي بكر وعن عمر وعن علي وعن عثمان ذي الكرم سعد سعيد زبير طلحة وأبي عبيدة وبن عوف ناشر الكرم. يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. يا رب بالمصطفى واغفر لنا ما مضى يا واسع الكرم. يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. مولاي صل وسلم دائما أبدا. നമ്മൾ ശുക്റിനെ കുറിച്ചുള്ള ഇടക്ക് ശുക്ർ ഒരുപാട് വട്ടം നമ്മൾ പറഞ്ഞ വിഷയമാണ്. ഇടക്ക് നമ്മൾ ഒരു 5 ക്ലാസ് പറഞ്ഞ ശുക്ർ ജനങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കാൻ പാടില്ല. ശുക്ർ ജനങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കരുത്. എന്തുകൊണ്ട്? ശുക്ർ എന്നാൽ റിളയുടെ മുകളിൽ ഉണ്ടാവുന്ന ഒരു കാര്യമാണ്. ജനങ്ങൾ തൃപ്തിപ്പെട്ടിട്ട് നന്ദി ചെയ്യുക. തൃപ്തി എന്നത് അള്ളാഹുവിൻ്റെതാണ്, അവൻ്റേതാണ് തൃപ്തി. അവൻ്റെ തൃപ്തിയെ ആഗ്രഹിക്കാവൂ. അപ്പോൾ ശുക്രോ അവനിൽ നിന്നേ ഉണ്ടാകും എന്നതിന് ഒരു 5 ക്ലാസ് നമ്മൾ വിശദീകരിച്ചു. ഇനിയും ആ ഭാഗത്ത് പിന്നെ വരും. അതിന് ഞാൻ 2 ഭാഗത്ത് 2 ആയത്ത് മോദി. ജനങ്ങളിൽ നിന്ന് ശുക്ർ ഉദ്ദേശിക്കുന്നില്ല, അല്ലാഹു ശുക്ർ നൽകും. അതിന് ഞാൻ 2 ഭാഗത്ത് 2 ആയത്ത് ഓതി. ഒരു ഭാഗത്ത് വയത്ഉമൂന അത്അമ അലാ ഹുബ്ബിഹി മിസ്കീനൻ വയതീമൻ വഅസീറാ ഇന്നമാ നുത്ഇമുകും ലിവജ്ഹില്ലാഹ് ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശുകൂറ. ജനങ്ങളുടെ നന്ദിയെ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. അതൊരു തെളിവാണ്. ആഗ്രഹിക്കാൻ പാടില്ല. ജനങ്ങൾ നന്ദി ആഗ്രഹിച്ചവനെ അള്ളാഹിൻ്റെ നന്ദി പ്രതീക്ഷിക്കണ്ട. അതേസമയത്ത് ജനങ്ങൾക്ക് നന്ദി കൊടുക്കൽ നിർബന്ധമാണ്. ലം യശ്കുരിന്നാസ ലം യശ്കുരില്ലാഹ്. ജനങ്ങൾക്ക് നന്ദി കാണിക്കാത്തവൻ അള്ളാഹുവോടും നന്ദി ചെയ്തിട്ടില്ല.
ഒരു ഉപകാരം ഒരാൾ നമുക്ക് ചെയ്തു തന്നാൽ ആ ഉപകാരം ഉപകാരമായി നിലനിൽക്കുന്ന കാലത്തോളം നമ്മൾ അയാളോട് എന്ത് കാണിക്കണം? നന്ദി കാണിക്കണം. അതേസമയത്ത് നന്ദി അയാൾ പ്രതീക്ഷിക്കരുത്. ഒരു കടം തന്ന ഒരാൾക്ക് എന്തോ ഒന്ന് കൂട്ടിക്കൊടുത്താൽ നല്ലതാണ്, അത് സുന്നത്താണ്. അതേസമയത്ത് അയാൾ ഒരു കൂട്ടിക്കിട്ടലിനെ പ്രതീക്ഷിക്കരുത്, ആഗ്രഹിക്കരുത്. മനസ്സിലുണ്ട് പറഞ്ഞത്? ചിന്തിക്കണം. അപ്പോൾ ഞങ്ങൾക്ക് ഒരു നന്ദിയും ആവശ്യമില്ല എന്നവർ പറയുക പോലുമില്ല. അതവരെ കൽബിൻ്റെ വാക്കാണ്, വാക്കല്ല. തൊള്ളോണ്ട് പറയില്ല. തൊള്ളോണ്ട് പറയൽ ആണ്. ഞാൻ നിങ്ങളെ നന്ദി കിട്ടാൻ വേണ്ടി ചെയ്തതല്ല കേട്ടോ എന്ന് പറയുന്നത് ലോകമാന്യാണ്. അങ്ങനെ പറയാൻ പാടില്ല. അത് കൽബിൻ്റെ വാക്കാണ്. അയാൾ നമ്മളോട് അടുത്ത് ഇങ്ങനെ വലിയൊരു വിധേയത്വം കാണിക്കുന്നത് കാണുമ്പോൾ നമ്മൾ അയാളെ തൊട്ട് തിരിഞ്ഞ് കളയുന്ന സമയത്ത് നമ്മളുടെ മനസ്സ് പറയേണ്ട വാക്കാണെന്ത്? നിങ്ങളൊരു നന്ദി ചെയ്യാൻ വേണ്ടി അല്ലല്ലോ ഞാൻ ആ കാര്യം ചെയ്ത്, നമ്മളെ മനസ്സിൻ്റെ വാക്കാണ്. ശ്രദ്ധിക്കണേ. അപ്പോൾ പിന്നെ നന്ദി വേണ്ടേ? നന്ദി റബ്ബ് തരേണ്ടതാണ്. ഇന്ന ഹാദാ കാന ലക്കും ജസാഅൻ വകാന സഅയുക്കും മഷ്കൂറൻ. നിങ്ങൾ നന്ദി ചെയ്യപ്പെടേണ്ട കാര്യമാണ് ചെയ്തത്, അതുകൊണ്ട് നിങ്ങൾക്ക് ഞാൻ നന്ദി തരുകയാണ്. ആര് തരും? ആര് പറയും? അള്ളാഹു. അള്ളാഹു എല്ലാം തന്നതിന് ശേഷം നമുക്ക് നന്ദി തരും. അള്ളാഹുവിൻ്റെ ഭാഗത്തുനിന്നൊരു നന്ദി. എൻ്റെ കൽപ്പനയൊക്കെ നിങ്ങൾ വഴിപ്പെട്ടല്ലേ അതൊക്കെ ചെയ്തത്. അപ്പം നിങ്ങൾക്ക് എൻ്റെ ഭാഗത്തുനിന്നൊരു നന്ദി, സ്വർഗവും തരും നന്ദിയും തരും. അപ്പം നന്ദി ആരിൽ നിന്നേ അത് പ്രതീക്ഷിക്കും വേണം. ഞാൻ അതൊക്കെ ചെയ്യുന്നത് ആരുടെ നന്ദിക്ക് വേണ്ടിയാണ്? റബ്ബിനോട് നന്ദി കാണിക്കും. കാരണം ഞാൻ റബ്ബിന് വേണ്ടി അല്ലാതെ ഒന്നും ചെയ്തിട്ടില്ല. ഇതാണ് നമ്മൾ പുതിയൊരു ചാപ്റ്ററിലേക്ക് കയറാൻ ചിലപ്പോൾ വീണ്ടും തിരിച്ചു വരും. നന്ദിയൊക്കെ ഇനിയും വന്നുകൊണ്ടേയിരിക്കും. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്ന കാര്യം, ഇന്നൊരു പുതിയ ചാപ്റ്റർ ആരംഭിക്കണം. അത് വളരെ ഗൗരവമായി പഠിക്കണം, ചിന്തിക്കണം. അകപ്പെട്ടവർ ആര്, സുഖപ്പെട്ടവർ ആര്? ഇതാണ് പുതിയ ചർച്ച. ആരൊക്കെയാണ് അകപ്പെട്ടവർ? ആരൊക്കെയാണ് അകപ്പെട്ടവർ? അകപ്പെട്ടവർ ആര്? സുഖപ്പെട്ടവർ ആര്? ഇതൊരു ചർച്ചയാണ്. ആരാണ് അകപ്പെട്ടവരാരാണ്? ഞാനിൽ അകപ്പെട്ടുപോയി, ഞാൻ ദാരിദ്ര്യത്തിൽ അകപ്പെട്ടുപോയി, ഞാൻ നഷ്ടത്തിൽ അകപ്പെട്ടുപോയി, ഞാൻ ബുദ്ധിമുട്ടിൽ അകപ്പെട്ടുപോയി, ഞാൻ കുടുങ്ങിപ്പോയി, ഞാൻ പെട്ടുപോയി, ഞാൻ പെട്ടുപോയി. ഇതൊക്കെ സാധാരണ നമ്മിൽ നിന്ന് വരുന്ന വാക്കാണ്. ഈ വാക്ക് ഇന്ന് മുതൽ എഡിറ്റ് ചെയ്യും. ഇനി നമ്മളെ ജീവിതത്തിൽ അങ്ങനത്തെ ഒരു വാക്ക് വരരുത്. തിരിഞ്ഞില്ല. നല്ലോണം വളരെ ചിന്തിക്കണം. ഞാൻ ഈ പറഞ്ഞ പുതിയൊരു ചാപ്റ്റർ ആരംഭിക്കുകയാണ്. ഈ പ്രഭാഷണം എത്ര ക്ലാസ് പോകുമെന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ പോകും. നല്ല പോലെ ചിന്തിക്കണം. അകപ്പെട്ടവർ എന്ന ഒരു വാക്ക് നമ്മൾ പറയാണ്. ഇപ്പം അകപ്പെട്ടവർ, ദാരിദ്ര്യം ഒരു സുഖകരമായ കാര്യമാണോ? അല്ല. അപ്പം ദാരിദ്ര്യത്തെക്കുറിച്ച് നമ്മൾ പറയും, നമ്മൾ കുറച്ച് ദാരിദ്ര്യത്തിൽ പെട്ടുപോയി, വിടുക. ഞാൻ കുറച്ച് ദാരിദ്ര്യത്തിൽ അകപ്പെട്ടുപോയി, ഞാൻ നഷ്ടത്തിൽ പെട്ടുപോയി, അകപ്പെട്ടുപോയി. ഞാനൊരു രോഗത്തിൽ പെട്ടുപോയി, ഞാൻ സിഹറിൽ പെട്ടുപോയി, ഞാനൊരു കണ്ണീറിൽ പെട്ടുപോയി, ഞാൻ ചതിയിൽപ്പെട്ടുപോയി, ഞാൻ ചതിയിൽപ്പെട്ടുപോയി. അങ്ങനെ പറയാം. ഞാൻ വഞ്ചനപ്പെട്ടുപോയി, ഞാൻ ചതിയിൽപ്പെട്ടുപോയി. ഈ പെട്ടുപോവുക എന്ന വാക്കിനെ നമ്മുടെ ആയുസ്സിൽ നിന്ന് ഇന്ന് നമ്മൾ എഡിറ്റ് ചെയ്യണം. അപ്പോൾ പിന്നെ പെടൽ എവിടെ? പെടൽ എന്നൊരു പദം ഉണ്ടല്ലോ. ആ പദം ഞാൻ വേറെ സ്ഥലത്ത് കൊണ്ടുപോയി പ്ലേസ് ചെയ്ത് തരും ഇൻഷാ അല്ലാഹ്. ഇന്ന് മുതൽ ഒരു 4, 5, 8 ക്ലാസ്, അതോടുകൂടെ നമ്മളെ ജീവിതത്തിന് ആ വാക്ക് എഡിറ്റ് ചെയ്ത് കളയണം. പെടൽ എന്ന ഒരു സംഭവം ഒരു മുഅ്മിനിന് ഇല്ല. ഒന്നാമത് മനസ്സിലാക്കി, പെടലില്ല. പ്രയാസമുണ്ട്, പെടലില്ല. അതാണ്, അത് അത്താണിയാണ്. അപ്പം പിന്നെ പെടലില്ല.
ഇതിപ്പോൾ തലയിലേറ്റിച്ചു കുടുങ്ങിയാലോ എന്നൊരു മുഅ്മിൻ ഉണ്ടാവില്ല. എന്തുകൊണ്ട്? അതാണ് രണ്ട് സൈഡിലുണ്ട്. വഅലാ റബ്ബിഹിം യതവക്കലൂൻ. ഒന്ന് ഇറക്കിയൊക്കെ രണ്ടാളെ കിട്ടിയെങ്കിൽ എന്നൊന്നും ചിന്തിക്കേണ്ടേ ഇല്ല. എന്തുകൊണ്ട്? രണ്ടടി വെക്കണ്ടേ ഇല്ല അത്താണിയിലേക്ക്. വഅലാ റബ്ബിഹിം പറ മുഅ്മിനീങ്ങൾ ആരാ? നിസ്കരിക്കുന്നവരെന്നാ മുഅ്മിനീങ്ങളെ പറ്റി പറ മുഅ്മിനീങ്ങൾ എന്നാൽ ആരാ? മുഅ്മിനീങ്ങളുടെ ഡെഫിനിഷൻ ഖുർആൻ പറഞ്ഞ ഏരിയ ഉണ്ടല്ലോ. ആരാ മുഅ്മിനീങ്ങൾ? നിസ്കരിക്കുന്നവരെ പറ്റി പറഞ്ഞു കൊടുത്ത് ഷർത്ത് പറഞ്ഞിട്ടുണ്ട്. ഖദ് അഫ്ലഹൽ മുഅ്മിനൂന അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ. നിസ്കാരത്തിൽ ഖുശൂ ഉണ്ടെങ്കിൽ ഓക്കെ. അപ്പം നിസ്കാരം നിരുപാധികം ഒരു നന്മയല്ല. നിസ്കാരം നിരുപാധികം നിനക്കൊരു നേട്ടം തരുകയുമില്ല. നിസ്കാരത്തിന് ഒരു ഉപാധിയുണ്ട്. എന്ത്? അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ. അപ്പം പിന്നെ മുഅ്മിനീങ്ങൾ ആരാ? മുഅ്മിനീങ്ങൾ നിസ്കരിക്കുന്നവരൊന്നും നോമ്പെടുക്കുന്നവരൊന്നും അല്ല. ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുക്കിറല്ലാഹു വജലത് ഖുലൂബുഹും വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദത്തുഹും ഈമാന വഅലാ റബ്ബിഹിം യതവക്കലൂൻ. ഈ ആയത്തിൽ 3 കണ്ടന്റ്. ആ 3 ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇന്നമൽ മുഅ്മിനൂൻ മുഅ്മിനീങ്ങൾ. ഇന്നമ എന്നാണ് മാത്രം അല്ലേ? 8ാം ക്ലാസ് പഠിക്കുന്നവർ പറയും ഇന്നമാക്കെന്നാണ്. എന്താ ഇന്നമ എന്ന് പറഞ്ഞാൽ ബലാഗത്തിൽ എന്താണ് അതിൻ്റെ സ്ഥാനം? ത്വരീഖുൽ ഹസ്റാണ് അല്ലേ? നഫായിസിലുണ്ട്, മുഖ്തസറിലുണ്ട്, മുത്തവല്ലുണ്ട്, എല്ലായിടത്തും ഉണ്ട്. ഇന്നമ എന്നാൽ ത്വരീഖുൽ ഹസ്റ. ക്ലിപ്താശയത്തെ കൊണ്ടുവരാനാണ് എന്ത് പ്രയോഗിക്കുക? ഇന്നയും ഇന്നമയും വ്യത്യാസമുണ്ട്. ഇന്ന തെക്കീദിനാണ്, അതേസമയത്ത് ഇന്നമ തെക്കീദിനല്ല. പകരം എന്തിനാണ്? ക്ലിപ്തത്രമാണ്. ഈ മാത്രം എന്ന പദം അവിടെ ലാസ്റ്റ് മാത്രം എന്ന വാക്കിനെ വെളിവാക്കൂ. പക്ഷെ പദം നേരത്തെയാണ്. ഇന്നമ ഇന്നയും ഇന്നമയും വ്യത്യാസമുണ്ട്. ഇന്ന തെക്കീത, ഇന്നമ ഹസ്റ. ഹസ്റ എന്നാൽ ക്ലിപ്താശയം. അപ്പോൾ തിരിച്ചു വരും. ഇന്നമൽ മുഅ്മിനൂൻ മുഅ്മിനീങ്ങൾ അല്ലദീന ഒരു വിഭാഗം മാത്രമാണ്. ഒറ്റ വിഭാഗം. രണ്ട് വിഭാഗമല്ല. ഇനി 2 വല്ലദീന അവിടെ ഇല്ല. ഒറ്റ വിഭാഗം. അടുത്തൊരു വല്ലദീന ഉണ്ടെങ്കിൽ അത് അത്ഫാണ്, രണ്ടാമത്തെ വിഭാഗമാണ്. പക്ഷെ ഒരു വിഭാഗത്തിന് 3 ഗുണം വേണം. അപ്പോൾ അവരാരാവും? മുഅ്മിന. 3 വിഭാഗമല്ല കുട്ടികളെ. ഇതെന്താണ്? ഒരു വിഭാഗം. വൽ അസ്രി ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ. അർത്ഥം പറ. വൽ അസ്രി കാലമാണ് സാക്ഷി, സമയമാണ് സാക്ഷി. ബൈ ദ ടൈം. ഇന്നൽ ഇൻസാൻ ലഫീ ഖുസ്ർ, മനുഷ്യരെല്ലാം നഷ്ടത്തിലാണ്. ഇല്ലല്ലദീന, ഒരു വിഭാഗം ഒഴികെ, ഒറ്റ വിഭാഗം. ആമനു എന്നവർക്ക് സത്യവിശ്വാസം വേണം. വഅമിലു സ്വാലിഹാത്തി, സൽക്കർമ്മം വേണം. വതവാസൗ ബിൽ ഹഖ്, സത്യം കൊണ്ട് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കണം. വതവാസൗ ബിസ് സബ്രി, ക്ഷമയെ പകർന്നു കൊടുക്കുകയും ചെയ്യണം എന്ന ഈ 4 ഗുണങ്ങളുള്ള ഒരു വിഭാഗം. 4 വിഭാഗമല്ല. ഈ 4 ഗുണങ്ങളിലും നീ ഒരുമിച്ച് കൂടിയാൽ, 4 ഗുണങ്ങളും നിന്നിൽ ഒരുമിച്ച് കൂടിയാൽ നിന്റെ ജീവിതം എന്തല്ല? പേടിക്കൽ നഷ്ടമല്ല. അല്ലാത്തവന്റെ ജീവിതമെല്ലാം നഷ്ടമാണ്. അപ്പോൾ ഒരാളുടെ ജീവിതം നഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ അയാളിൽ എന്ത് വേണം? 4 ഗുണം ഒരുമിച്ചുകൂടെ ഒരു വ്യക്തിയാകണം അയാൾ. 4 വ്യക്തിയല്ല. അതല്ലെങ്കിൽ അത് ഓപ്ഷൻസ് അല്ല. ഓപ്ഷൻസ് ഇല്ലതിൽ. ഇതെന്തേ ഉള്ളൂ? 4 ഗുണം കൂടിയ ഒരു വ്യക്തി. ശരി, തിരിച്ചു വരും. അപ്പുറത്ത് മുദ്രാവാക്യം വിളിക്കുന്നുണ്ട്. അത് പറ്റ പോലും ഉണ്ടാകുന്നതൊന്നുമില്ല. അതെന്തൊക്കെയോ ഉണ്ട്. ഒന്നൊരു വിഷയമല്ല. അതിൻ്റെ ഇടയ്ക്ക് എന്ത് കേട്ടു? അല്ലാഹു അക്ബർ. മുണ്ടില്ല. പിന്നെ മുണ്ടില്ല. പിന്നെ ഒരു പേടിയായി. അപ്പോൾ മുഅ്മിനീങ്ങൾ എന്നാൽ കുട്ടി ഒറ്റ വിഭാഗം, 2 വിഭാഗമല്ല. ഇത് ത്വരീഖുൽ ഹസ്റല്ലേ? ഇന്നമല്ലേ കൊടുത്ത കുട്ടികളെ. അപ്പോൾ ത്വരീഖുൽ ഹസ്റാണല്ലോ. അപ്പോൾ ക്ലിപ്താശയം കൊണ്ടുവരണം. ഇന്നമൽ മുഅ്മിനൂൻ, മുഅ്മിനീങ്ങൾ എന്നാൽ ഒരു വിഭാഗം മാത്രമാണ്. ആ വിഭാഗത്തിന് 3 ഗുണം ഉണ്ടാവണം. ഏതാ 3 ഗുണം? ഇദാ ദുക്കിറല്ലാഹു വജലത്, അവരെ കൽബ് ഒരു വല്ലാത്ത അവസ്ഥയിൽ രോമാഞ്ചം ഉണ്ടാകണം. ആ കൽബ് പെട്ടെന്ന് മുകളിലേക്ക് ഉയരണം. അടി കിടക്കുന്ന കൽബിൻ്റെ ഒരു ഫതഹ് കിട്ടണം. ഏത് വാക്ക് പോലെയുമല്ല. ഏത് വാക്ക്? അല്ലാഹ്.
പിന്നെ രണ്ടാമത്തെ ഗുണം, രണ്ടാമത്തെ വിഭാഗമല്ല, രണ്ടാമത്തെ ഗുണം വൈദാ തുലിയത്ത് അലൈഹിം ആയാതുഹു, റബ്ബിൻ്റെ വചനങ്ങൾ അവരെ മേൽ ഓതപ്പെട്ടാൽ സാദത്തുഹും ഈമാന, അത് അവരുടെ ഈമാനിന്, സത്യവിശ്വാസത്തിന് വർധനവ് നൽകണം. 2 മനസ്സിലാണ്ടോ പറഞ്ഞ ഒരായത്ത്? ഈ കാറിൽ ഈ അടുത്ത കാലത്തിൽ ട്രെൻഡ് വന്നതാണ് യാത്രയിലൊക്കെ ഖുർആനും കേട്ട് പോകുക. ഞാൻ അതിനെതിരാണ്. അങ്ങനെ ചെയ്യരുത്. അതായത് ഒരു ടീം ആൾ അല്ലദീന യസ്തമിഊനൽ ഖൗല, അത് നീ ശ്രദ്ധിച്ച് കേൾക്കണം. സമഉം ഇസ്തിമാഉം രണ്ടാണ്. സമഉ കേൾക്കൽ, ഇസ്തിമാ ശ്രദ്ധിച്ച് കേൾക്കൽ. അതായത് മനസ്സിലായില്ലേ? ചിന്തിക്കിച്ച്. അതായത് അതിനെ പറ്റൂല കേൾക്കരുത്. ശരി, കേൾക്ക. എന്ത്? നീ ഒറ്റയ്ക്ക് യാത്ര ചെയ്യാണ്. നീ ദുബായിൽ നിന്ന് എന്താ പറയുക, നീ ദുബായിൽ നിന്ന് ഒരാളുമില്ല, ഒറ്റയ്ക്ക് യാത്ര ചെയ്യാം. അപ്പോൾ ഖുർആൻ നിൻ്റെ കൂട്ടുകാരനാണ്, നീ ഡ്രൈവ് ചെയ്യാം. അപ്പോൾ നീ ഓത്തിട്ടു ദമാമിലേക്ക് പോവുകയാണ്, അൽഖർജിലേക്ക് പോവുകയാണ്, സാജറിലേക്ക് പോവുകയാണ്. അപ്പോൾ നീ വിട്ടു ജിദ്ദയിലേക്ക് പോവാണ്. ഒറ്റക്കാണ്, രണ്ടാമത്തെ ആളില്ല. രണ്ടാമത്തെ ആളുണ്ടെങ്കിൽ അയാൾ വർത്താനം പറയും. ഇത് വേണ്ട. മനസ്സിലായില്ലേ? ചിന്തയ്ക്ക് പാട്ടിന് പകരം ഖുർആൻ ഉപയോഗിക്കുന്നത് ലോകാവസാനത്തിൻ്റെ അടയാളമാണെന്ന് ഫിതനിലുണ്ട്. അല്ലാഹു നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. ആ പരിപാടിയെ ചെയ്യരുത്. അതൊന്നും കാറിൽ ഇൻസ്റ്റാൾ ചെയ്യേണ്ട സാധനമല്ല, അത് വേറൊരു സാധനമാണ്. അതിനേക്ക് നമ്മൾ ഒരുങ്ങണം. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? എനിക്ക് വിചാരിച്ച സാധനമല്ല. ഇതാരുടെ വാക്കാണ്? അല്ലാഹുവിൻ്റെ വാക്കാണ്. അത് സാദത്തും ഈമാൻ, അതവർക്ക് ഈമാൻ വർധനവ് നൽകണം. മനസ്സിലാണ് പറഞ്ഞു. ശ്രദ്ധിച്ച് കേൾക്കണം. ശ്രദ്ധിച്ചില്ലെങ്കിലോ അതിനും മെനക്കെടരുത്. വേറുള്ളൊരു വർത്തമാനം വരുമ്പോൾ ഖുർആൻ ഓതരുത്. ഇതൊക്കെ ഇന്നത്തെ ഏർപ്പാടാണ്. ഇതൊക്കെ മനുഷ്യന്മാർ, മൊലാളിമാരെ റിയാ ആണ്. പിന്നെ ആണ് കാറ് സ്റ്റാർട്ട് ചെയ്താൽ പിന്നെ ഓത്തങ്ങനെ തുടങ്ങി. അപ്പോൾ അവൻ നിസ്സാരപ്പെടുത്തി ആരെ? അള്ളാനെ. എന്താ വിചാരിച്ചേ? ഒരായത്ത് നീ കേൾക്കുകയാണെങ്കിൽ ശ്രദ്ധിക്കണം. ഇത് ആരുടെ വാക്കാണ്? വൈദാ തുലിയത്ത് അലൈഹിം ആയാതുഹു സാദത്തുഹും ഈമാന. അതിന് നീ ഒരുങ്ങണം. നീ ഉളൂ ചെയ്തു, നീ ഖിബിലക്ക് മുന്നിട്ടിരുന്നു, നീ ഓതി കേട്ടു, ഓതി കൊടുത്തു. ഓക്കെ, നീ ഓതി, നീ തന്നെ കേട്ടു. വേറെ ഓതി, നീ കേട്ടു, നീ ഒരുങ്ങി. പിന്നെ ഈ പലതിനും പോയിക്കോ. നിനക്കത് മതി. അത് സാധാരണ സംഭവമല്ല. നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ? ഇതൊക്കെ ഇന്നത്തെ രീതികളാണ്. ഇതൊന്നും പണ്ടില്ല. ഇന്ന് പുതിയ വന്ന രീതികളാണ്. ഈ കാറിൽ ഇതിട്ട് നടക്കൽ ഇതൊരു നല്ല രീതിയേ അല്ല. എന്ത് വയറിൽ നടക്കുന്നതിന് മുമ്പ് ഓത്തിട ഒക്കെ തെറ്റാണ്. ഓരങ്ങനെ കടലൊക്കെ ഒരിക്കലുണ്ടാവും, അവരെങ്ങനെ വത്തൊക്കെ തിന്നുണ്ടാവും, ആയത്ത് അങ്ങനെ നടക്കുന്നുണ്ടാവും. എന്തേനെ ആവശ്യം? എന്താ വിചാരിച്ചേ? ഇതെന്താണ് അർത്ഥം? വെക്കടോ. വൈദാ തുലിയത്ത് അലൈഹിം, അവരുടെ മേൽ ഓതപ്പെട്ടാൽ, ആയാത്തുഹു, അല്ലാഹുവിന്റെ വചനങ്ങൾ ഓതപ്പെട്ടാൽ, സാദത്ത്, ആ ആയത്തുകൾ വർദ്ധിപ്പിക്കണം. ഹു, അവന്, ഈമാനൻ, സത്യവിശ്വാസത്തെ. ഇല്ലെങ്കിലോ ഓനത് കേൾക്കരുത്. ഒറ്റ മജലിസിലോ വേണ്ട. എന്ത് വിചാരിച്ച്? എന്താ കലാമെന്ന് വിചാരിച്ച്? ഇങ്ങനെ വയലും തുടങ്ങുന്നതിന് മുമ്പ് ഒരു ഖുർആൻ കണ്ടിട്ട് എന്നിട്ട് ആളുകൾ കടലൊക്കെ ഒഴിക്കുക, വർത്താനം പറയാ, മറ്റോനാണോ മറിച്ചോനാണോ മുഖ്യമന്ത്രി എന്ന് പറയാ. ഇങ്ങനെ തന്നെ അവിടെ അള്ളാന്റെ ആയത്തങ്ങനെ. എന്താ വിചാരിച്ച്? നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാവുണ്ടോ? അത് ശ്രദ്ധിച്ച് കേൾക്കാൻ കഴിയാത്ത സ്ഥലത്ത് അത് ചെല്ലാൻ പാടില്ല. അല്ലദീന യസ്തമിഊനൽ ഖൗല ഫയത്തബിഊൻ. ഏതാ സൂറത്ത്? എടുക്ക്, ഒരു മിനിറ്റ് കൊണ്ട് എടുക്ക്. അല്ലദീന യസ്തമിഊനൽ ഖൗല വയത്തബിഊന അഹ്സനഹു. നല്ല നിലക്ക് അതിനെ പിൻപറ്റണം, ശ്രദ്ധിച്ചു കേൾക്കണം.
മനസ്സിലായില്ലേ? ചിന്തിക്ക്. അപ്പം ഇന്നമൽ മുഅ്മിനൂൻ, മുഅ്മിനീങ്ങൾ എന്നാൽ ആരാണ്? അല്ലദീന ഇദാ ദുക്കിറല്ലാഹു വജിലത് ഖുലൂബുഹും. നല്ലോണം ചിന്തിച്ചിരിക്കണം. ഹസ്ബി റബ്ബി ജല്ലല്ലാഹ്. الذين اجتنبوا الطاغوت أن يعبدوها وأنابوا إلى الله لهم البشرى فبشر عباد الذين يستمعون القول فيتبعون أحسنه أولئك الذين هداهم الله وأولئك هم أولو الألباب. അല്ലദീന, ഒരു വിഭാഗം ആളുകൾ യസ്തമിഊനൽ ഖൗല, അള്ളാഹിൻ്റെ വാക്ക് അവർ ശ്രദ്ധിച്ച് കേൾക്കും. ഫയത്തബിഊന അഹ്സനഹു, എന്നിട്ട് പരമാവധി അതിനെ അവൻ പിന്തുടരും. പിന്നെ ഉലൈക, ആ വിഭാഗം, അല്ലദീന, ഒരു കൂട്ടരാണ് ഹദാഹുമുല്ലാഹു, അള്ളാഹു അവരെ ഹിദായത്തിലാക്കിയിട്ടുണ്ട്. അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മളെ പെടുത്തട്ടെ. അതായത് അള്ളാഹിൻ്റെ വാക്ക് കേട്ട എന്ത് ചെയ്യണം? യസ്തമിഊനൽ ഖൗല, ശ്രദ്ധിച്ച് കേൾക്കണം. എന്നിട്ട് പരമാവധി എനിക്ക് എങ്ങനെ അതിനെ പിന്തുടരാൻ കഴിയുമെന്നവൻ ഉറപ്പിക്കണം. ഉലൈകല്ലദീന, അവർ ഒരു വിഭാഗം ആളുകൾ ഹദാഹുമുല്ലാഹ്, അവർക്ക് അല്ലാഹു തആല ഹിദായത്ത് കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ കേൾക്കണ്ട. പിന്നെ ഉലൈക, ആ വിഭാഗം, ഹും, അവരാണ് ഉലുൽ അൽബാബ്, അകക്കാമ്പുള്ളവർ. അകക്കാമ്പ്, അകക്കാമ്പ്, അകക്കണ്ണ്, അകക്കാമ്പ്. മനസ്സിലായില്ലേ? അകക്കാമ്പും അകക്കണ്ണുമുള്ളവർ ആരാണ്? അവരാണ്. അള്ളാഹിൻ്റെ വാക്ക് അവരെന്ത് ചെയ്യും? പറയാം, അള്ളാഹിൻ്റെ വാക്ക് അവരെന്ത് ചെയ്യും? ശ്രദ്ധിച്ചു കേൾക്കും. ഒരു പട്ടാള ഓഫീസർ സംസാരിക്കും, വേറെ പട്ടാളക്കാർ വർത്താനം പറഞ്ഞിക്കോ അവിടെ ക്യൂല്. എന്താ വിചാരിച്ച് കഥ കഴിയൂലേ? മനസ്സിലായില്ലേ? ഈ പട്ടാള ഓഫീസറെ നിയമം ഇങ്ങനെയാണെങ്കിൽ രാജാതിരാജൻ്റെ അവസ്ഥ എന്താ? രാജാതിരാജൻ നിന്നോട് സംസാരിക്കുക. ഇത് ഒരാൾ ഓതാണെങ്കിലും സംസാരിക്കണം ആരാണ്? രാജാതിരാജനല്ലേ? എനിക്ക് വിഷയമല്ലേ? അപ്പൊ ഇന്നത്തെ കാലഘട്ടത്തിൽ വൃത്തികേട്ടിൽപ്പെട്ട വൃത്തികേടാണ് കാറിലും ബസ്സിലും എന്തുപയോഗിക്കുക? ഖുർആൻ ഉപയോഗിക്കുക. അത് വൃത്തികെട്ട സ്വഭാവമാണ്. വയലിൻ്റെ മുമ്പും വേണ്ട ഇത്തരം ഇജ്തിമാഇകൾക്കൊക്കെ മുമ്പ് എന്ത് ചെയ്യുക? ഒരു 10 മിനിറ്റ് എന്ത് ചെയ്യുക? ഖുർആൻ. അതിൻ്റെ ഒന്നും ആവശ്യമില്ല, അതിൻ്റെ ഒന്നും ആവശ്യം തെറ്റാണ്. ഇല്ലെങ്കിൽ എന്ത് വേണം? ശ്രദ്ധിച്ച് കേൾക്കണം. ഞാൻ ബൈത്തുൽ മുഖദ്ദസിൽ ഒരു സ്വഭാവം കണ്ടിട്ടുണ്ട്. ബൈത്തുൽ മുഖദ്ദസിൽ ഒരു രാവിലെ ഒരു 10-10:30 മണിയായ ഒരു ലോകത്തെ പ്രശസ്തരായ ഉന്നതരായ ഖാരിഇങ്ങൾ വരുന്ന സ്ഥലം. അപ്പോൾ നേരത്തെ അവർ ബുക്ക് ചെയ്യും എനിക്ക് അവിടെ നിന്ന് ഓതാൻ. അങ്ങനെ അവർ കൂടെ നിശ്ചയിക്കും. അങ്ങനെ ഈ ഖാരിഇങ്ങൾ വരും. ആ ഖാരിഇങ്ങളെ ഓത്ത് മാറി മാറി ഉണ്ടാവും. ഒരു കാര്യം അരമണിക്കൂർ ഇങ്ങനെ മാറി ഓടും. അപ്പോൾ ജനങ്ങൾ പള്ളിയിൽ ഇങ്ങനെ വന്ന് ഇഅ്തികാഫിരിക്കും. അതിങ്ങനെ ശ്രദ്ധിച്ച് തല താഴ്ത്തിയിരിക്കും. ജെറൂസലേമിൽ അഥവാ ബൈത്തുൽ മുഖദ്ദസിൽ ഞാൻ ഒരുപാട് തവണ കണ്ട ഒരു സന്തോഷ വെള്ളിയാഴ്ച. ഈ വെള്ളിയാഴ്ച പിന്നെ അവർ ആ സമയത്ത് ഓതുക പോലുമില്ല. അതായത് പള്ളിയിൽ ഒരുമിച്ച് കൂടിയാൽ ആ സമയത്ത് എന്ത് ചെയ്യൂല? ഓതൂല. അവരെന്ത് ചെയ്യും? തല താഴ്ത്തി ശ്രദ്ധിച്ചങ്ങനെ ഇരിക്കും. അതിൻ്റെ ഇടയിൽ കുറച്ച് ആളുകൾ, ഇവർക്ക് ഈ ശ്രദ്ധിച്ച് കേൾക്കുന്ന ആളുകൾക്ക് കാരക്ക വെള്ളം കൊടുത്തുകൊണ്ട് ആളുകൾ അങ്ങനെ ഉണ്ടാവും. അത് മണിക്കൂർ കണക്കിന് നീളും. പിന്നെ ബാങ്ക് കൊടുക്കും, ഖുത്ബ ഓതും, നിസ്കരിക്കും. മനസ്സിലായില്ല? ഇത് വല്ലാത്തൊരു സന്തോഷമാണ്. കണ്ട ആളുകൾക്ക് കൈപ്പൊക്കാം. ഈ കൂട്ടത്തിൽ അത് കണ്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ കൈപ്പൊക്കാം. ഇത് കണ്ട ആളുകളുണ്ടെങ്കിൽ കൈപ്പൊക്കാം. അപ്പം ഞാൻ പലവട്ടം കണ്ടിട്ടുണ്ട്. അല്ലാഹു തആല ഇനിയും അവിടെയൊക്കെ എത്താൻ നമുക്ക് തൗഫീഖ് തരട്ടെ. ഇത് വല്ലാത്തൊരു അനുഭൂതിയാണ്. ആ സമയത്ത് അവർ ഓതൂല. ആളുകൾ നേരത്തെ വന്ന് ഖുർആൻ ഓതി. പിന്നെ ഖുർആൻ അൽക്കഹഫ് മറ്റോ ഓതാതെ വന്ന ആളുകൾ കുറച്ച് ദൂരെ മാറി നിന്നിട്ട് എന്ത് ചെയ്യും? അൽക്കഹഫ് ഓതി തീർത്തിട്ട് ഈ സദസ്സിലേക്ക് വരും. വന്നാൽ പിന്നെ അവർക്ക് എൻ്റെ പണിയുള്ളൂ. ഇതന്നെ ആളുകൾ അതിനിടയ്ക്ക് ഇങ്ങനെ വെള്ളം കൊടുക്കും, കാരക്ക കൊടുക്കും, അങ്ങനെ കഴിക്കും. തന്നെ അത് അങ്ങനെ തുടരും. തഹിയ്യത്ത് വരെ അവിടെ നിസ്കരിക്കൂല. തഹിയ്യത്ത് കുറേ ദൂരം നിസ്കരിക്കും. ഈദൽ സദസ്സ. ഇത് ആരാ സംസാരിക്കണം ഇപ്പോ? അല്ലാഹ്. അപ്പൊ ഇന്നമൽ മുഅ്മിനൂൻ, മുഅ്മിനീങ്ങൾ എന്നാൽ ഒരു വിഭാഗം ആളുകളാണ്. ഇതാ നോക്കിയാൽ അല്ലാഹ് എന്ന് പറഞ്ഞാൽ അവരുടെ ഖൽബിൻ്റെ അവസ്ഥ മാറും. അവർ അടിയിലല്ല,
മുകളിലേക്ക് വരും. ഒഫലത്ത് അവർക്ക് ഉണ്ടാവുകയില്ല. നിങ്ങളൊന്നും ഇങ്ങോട്ട് നിങ്ങളങ്ങനെ ശ്രദ്ധിക്കുന്നു പറയേണ്ട ആവശ്യം ഭാര്യയ്ക്ക് ഉണ്ടാവും, അള്ളാന്ന് പറഞ്ഞാൽ ഉണ്ടാവില്ല. അതായത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക എന്ന് പറയാൻ കാരണം അവൻ്റെ കൽബിൻ്റെ ഉൾക്കൊള്ളുന്ന ഭാഗം കൽബിന് ഞാൻ ഈ കഴിഞ്ഞ ഏതോ ഒരു ക്ലാസ്സിൽ പല അറകളുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഫിസിക്കലി കൽബല്ല നമ്മളെ ചർച്ച ചെയ്യില്ല. കൽബ് അത് അതിബാ ചർച്ച ചെയ്യേണ്ടതാണ്, ഡോക്ടർമാർ ചർച്ച ചെയ്യേണ്ടതാണ്. ഏത്? ഫിസിക്കലി കൽബ്. അതല്ലാത്ത സ്പിരിച്വലി കൽബുണ്ട്. അതിന് ഇതോട് ചെറിയൊരു ബന്ധമുണ്ട്. അവിടെ നിന്നാണ് പിന്നെ അതിൻ്റെ ലോകം ആരംഭിക്കുന്നത്. അത് വേറൊരു ലോകമാണ്. ആ ലോകത്തിൽ നിന്ന് അത് ഇറങ്ങും കയറും ഇങ്ങനെ ചെയ്യും. അത് കയറും ഇറങ്ങും ചെയ്യും. അതിനോടാണ് യഥാർത്ഥത്തിൽ റൂഹിന് ബന്ധം. അവിടെ ഉണർന്നാൽ റൂഹ് വെളിച്ചം കിട്ടും. അള്ളാഹു തൗഫീഖ് തരട്ടെ. പിന്നെ ഫിസിക്കലി കൽബിന് റൂഹിനോട് ബന്ധമില്ലേ? ഉണ്ട്. അത് രക്തം പമ്പിയൽ പോലത്തെ കാര്യങ്ങളൊക്കെയാണ് അത് ഫിസിക്കലി കൽബുമായുള്ള ബന്ധം. മറ്റത് അങ്ങനെയല്ല. മറ്റത് ഒരു മനുഷ്യൻ്റെ ഈമാൻ സാദത്തുഹും ഈമാന. ഒരു സാധനം കൂടും എന്ന് പറഞ്ഞാൽ കുറയും ചെയ്യുമല്ലോ. നിങ്ങളിൻ്റെ കൂടെ ഇല്ല. കൂടുന്നതെല്ലാം കുറയും, കുറയുന്നതെല്ലാം കൂടും. അങ്ങനെയല്ലേ പറയും? ആയത്ത് ഓതിക്കേട്ടാൽ ഇമാൻ കൂടും, ഇല്ലെങ്കിലോ ഇമാൻ കുറയും. മനസ്സിലാവണ്ടേ പറഞ്ഞത്? അല്ലദീന ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുക്കിറല്ലാഹ്, അല്ലാഹ് എന്ന് പറയപ്പെട്ടാൽ വജിലത്ത് ഖുലൂബും, അവരെ മനസ്സിന്റെ ഗഫലത്ത് മാറും, ഭയങ്കര ശബ്ദമായിരിക്കും അല്ലാഹ്. പിന്നെ വഇദാ തുലിയത് അലൈഹിം ആയാതുഹും, അവരെ മേൽ അല്ലാഹുവിന്റെ വചനങ്ങൾ ഓതപ്പെട്ടാൽ പറ സാദത്ത്, ആ വചനങ്ങൾ വർദ്ധിപ്പിക്കും. ഹും, അവർക്ക് ഈമാനൻ, സത്യവിശ്വാസത്തെ, ഈമാനിനെ. ഇത് അവരുടെ രണ്ടാമത്തെ ഗുണമാണ്. അവര് 3 ഗുണമുള്ളവരാണ്. ആര്? 3 ഗുണമുള്ളവർ. അങ്ങനെ പറ. ആരാണ് പറഞ്ഞത്? തന്നെ അങ്ങനെ. അത് മുനീറാണ്. നല്ല കുട്ടിയാണ്, അൽഹംദുലില്ലാ. അങ്ങനെ തന്നെ 3 ഗുണമുള്ളവർ മാത്രമാണ് മുഅ്മിനീങ്ങൾ. 3 ഗുണമുള്ളവർ മാത്രമാണ് മുഅ്മിനീങ്ങൾ. ഇത് ഖുർആനല്ലേ? ഇന്നമൽ മുഅ്മിനൂന അല്ലദീന. ഒന്നാമത്തെ ഗുണം പറ. ഒന്നാമത്തെ ഗുണം പറ. അല്ലാഹ് കേട്ടാൽ അവരെ മനസ്സിനെ ഗഫലത്ത് പോവും, ഇല്ലാത്ത ശ്രദ്ധയായിരിക്കും. പിന്നെ അല്ലാഹുവിന്റെ വചനങ്ങൾ ഓതപ്പെട്ടാൽ അതവർക്ക് ഈമാൻ വർദ്ധിക്കും. ഖുർആനും കരഞ്ഞു. ഖുർആൻ ഓതുന്നത് കേട്ട കരഞ്ഞു. അത് ഈ സദസ്സിൽ താഴ്ത്തി മനുഷ്യൻ കരയും, അങ്ങനെ കരയും. പ്രത്യേകിച്ച് അവർ ധാരാളം ആളുകൾക്ക് അറബി അറിയും. അപ്പം അവർ അതിലൂടെ അങ്ങനെ സഞ്ചരിക്കും, കരയും. ആ കരച്ചിൽ മതിയാവും ഹൃദയം നന്നാവാൻ. അപ്പോൾ അവർക്കത് ഈമാൻ വർദ്ധിപ്പിക്കും. അല്ലാഹു തമ്മിൽ ഒരു വ്യത്യാസമില്ല, അടുത്താണ്. പിന്നെ മനസ്സിലായില്ലേ? ചിന്തയ്ക്ക്. ഇനി 3ാമത്തെ ഗുണം എന്താ? ഇത് പറയാനപ്പോൾ ഇത് പറഞ്ഞേ. വഅലാ റബ്ബിഹിം, അവർക്ക് എപ്പോഴും അത്താണിയുണ്ടാവും. ആര്? അപ്പം അവർ അകപ്പെടൂല. ഒരു 50 കിലോൻ്റെ ചുമടേറ്റി 2 സൈഡിലും നല്ല കല്ലിൻ്റെ അത്താണിയും ഉണ്ട്. കഴുത്തിൻ്റെ അകലത്ത് തന്നെ അത്താണി എപ്പോഴും ഇറക്കിയേക്കാം. ഇവൻ അകപ്പെട്ടോ ഇല്ലേ? ഓനെന്താ അകപ്പെടില്ല. പക്ഷെ ചുമടേറ്റുക എന്നുള്ളത് അവൻ്റെ ബാധ്യതയാണ്. എന്നാലല്ലേ 1 കിലോന് 50 ഉറുപ്പിക കിട്ടുള്ളൂ. ഇത് അവിടെ 50. മനസ്സിലായില്ല? ഇത് ഇവിടുന്ന് ഈ സ്റ്റേഷനിൽ നിന്ന് അപ്പുറത്തേക്ക് എത്തിച്ചു കൊടുത്താൽ 1 കിലോക്ക് 10 ഉറുപ്പിക അല്ലെങ്കിൽ 25 ഉറുപ്പിക 50 ഉറുപ്പിക കിട്ടും. അപ്പം 50 കിലോ ഏറ്റിയാൽ എന്ത് കിട്ടും? പറയടാ. 2500 ഉറുപ്പിക കിട്ടും അല്ലേ? എത്ര കിട്ടും? 2500 ഉറുപ്പിക ചുരുങ്ങി കിട്ടുമല്ലോ അല്ലെ? അങ്ങനെയല്ലേ? കിട്ടുമല്ലോ. അത് കിട്ടണമെങ്കിൽ അവൻ എന്ത് ചെയ്യണം? ചുമക്കണം. അതേ സമയത്ത് അകപ്പെട്ടിട്ടില്ല, എപ്പോഴും ഇറക്കിയേക്കാം. എന്നാ ചുമക്കാന്നൂടെ? ചുമന്നേ കൂടി ഉണ്ടാവില്ല. ചുമന്നാലേ എന്തുള്ളൂ, ആ കൂലിയുള്ളൂ. അപ്പൊ ചുമക്കൽ ആവശ്യമാണ്. കൂലിട്ടിയാലേ അവന് ഗ്രോത്ത് ഉള്ളൂ. എന്തിനൊരു ഗ്രോത്ത് വേണമല്ലോ. അവന്റെ ഗ്രോത്ത് കൂലിയുമായി ബന്ധപ്പെട്ടതാണ്. അപ്പൊ ചുമടെടുത്താലേ ഗ്രോത്ത് ഉള്ളൂ. ചുമടെടുത്താൽ അകപ്പെടലുമല്ല. 2 സൈഡിലും എന്തുണ്ട്? കഴുത്തിന്റെ അകലത്തിൽ അത്താണിണ്ട്. 1 അടി പോലും മുന്നോട്ട് കൊണ്ട അപ്പത്തിന് അത്താണി ഇങ്ങോട്ട് വരും. അതാണ് വഅലാ റബ്ബിഹിം. പിന്നെന്താ പ്രശ്നം?
ഇനി പ്രശ്നം പറയും. ഇനി എന്താ പ്രശ്നം? ഇനി എന്താണ് പ്രശ്നം? എന്താണ് ഇനി പ്രശ്നം എന്ന് പറയും? ചിന്തിക്കുക, വളരെ ചിന്തിക്കണം. പ്രയാസം പരീക്ഷണം നിനക്ക് മാത്രമല്ല. വഇദ്ബ്തല ഇബ്രാഹീമ റബ്ബുഹു. ഏതാ സൂറത്ത്? വഇദ്ബ്തല ഇബ്രാഹീമ റബ്ബുഹു. ഏതാ? ആയതെടുക്ക. ഇബ്രാഹിമിനെ പരീക്ഷിച്ചു. ഇങ്ങോട്ട് നോക്ക്, ഇന്നോട്ട് നോക്ക്. വഇദ്ബ്തല ഇബ്രാഹിമിനെ പരീക്ഷിച്ചു. റബ്ബുഹു, ഇബ്രാഹിമിൻ്റെ റബ്ബ്. ഇബ്രാഹിമ റബ്ബുഹു. ഇബ്രാഹിമിനെ റബ്ബ് പരീക്ഷിച്ച സന്ദർഭം നിങ്ങൾ ഓർക്കണം. ഇബ്രാഹിമാരാ? അള്ളാഹുവിൻ്റെ ഖലീൽ. ഓഹോ, ഇബ്രാഹിമാരാ? ഇന്ന ഇബ്രാഹിമ കാന ഉമ്മ. ഇബ്രാഹിം തനിയെ ഒരു സമൂഹമാണ്. അത്രയും വലിയ ആള്. അങ്ങനെ ആവണമെങ്കിൽ എന്തിന് വിധേയനാകണം? പരീക്ഷണം ഒരിക്കലും അകപ്പെടലല്ല, പരീക്ഷണം വേണം. മനസ്സിലായില്ലേ? ഒരിക്കലും നമുക്ക് അകപ്പെടൽ എന്നൊരു സംഗതി ഇല്ല. എത്രാമത്തെ ആയത്തെ മോനെ അത്? 124 അൽ-ബഖറ. وإذ ابتلى إبراهيم ربه وإذ ابتلى إبراهيم ربه. ഇബ്രാഹിമിനെ തൻ്റെ റബ്ബ് പരീക്ഷിച്ച സന്ദർഭം നിങ്ങൾ ഓർക്കണം. ഇബ്രാഹിം ആരാ? ഖലീലുള്ളാഹ്. എന്നിട്ട് അള്ളാഹു എന്ത് ചെയ്തു? പരീക്ഷിച്ചു. എന്തുകൊണ്ട്? അത്ര വലിയ ആളാണ്, അള്ളാഹിന്റെ മുഖറബാണ്. അപ്പൊ അള്ളാഹു ഒരാളെ പരീക്ഷിച്ച് വെറുത്തിട്ടല്ല. ഇത് അള്ളാഹിന്റെ ഖലീലല്ലേ. അൽ-ബഖറയിലാണ് തുടങ്ങണപ്പോൾ തന്നെ പറഞ്ഞ ഇബ്രാഹിമിനെ പരീക്ഷിച്ച സന്ദർഭം നീ ഓർക്കണം എന്ന് പറഞ്ഞാൽ പിന്നെ നിന്നെ പരീക്ഷിക്കുന്നതിന് എന്താ? ഇബ്രാഹിം അള്ളാഹുവിൻ്റെ ആരാണ്? അത്തഖദല്ലാഹു ഇബ്രാഹിമ ഖലീല. ഇബ്രാഹിമിനെ അള്ളാഹു തആല ഖലീലാക്കില്ല, കൂട്ടുകാരൻ. അപ്പൊ സ്വന്തം കൂട്ടുകാരനെ അള്ളാഹു തആല എന്ത് ചെയ്തു? പരീക്ഷിക്കണമല്ലോ. അപ്പൊ പരീക്ഷണം വെറുത്തിട്ടല്ല, പരീക്ഷണം അകപ്പെടലുമല്ല, അള്ളാഹു തിരഞ്ഞെടുക്കലാണ്. അള്ളാഹു തിരഞ്ഞെടുത്തോണെ എന്തുണ്ടാവുള്ളൂ? പരീക്ഷണം ഉണ്ടാവുള്ളൂ മോനെ, അല്ലെങ്കിൽ പരീക്ഷണം ഉണ്ടാവില്ല. സുഖിച്ചങ്ങനെ കഴിഞ്ഞു. നല്ലോണം മാറ്റി ഇതൊക്കെ മാറ്റണം, എഡിറ്റ് ചെയ്ത് ഒഴിവാക്കണം നമ്മളെ മനസ്സിൽ നിന്ന്.